ഹലോ ഗൈസ്, അപ്പോൾ പുഴമീൻ ചാകരയാണ് കേട്ടോ. പുഴമീനെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ, അതായത് പെരുവണ്ണമൊഴി പോയിട്ട് വരുമ്പോൾ അമ്മ കൊണ്ടുവന്നതാണ്. ഇന്നലെ രാത്രി കൊണ്ടുവന്നുകൊണ്ട് ഫ്രീസറിൽ വെച്ചു. കടയിലാണില്ലാത്തപ്പോഴൊക്കെ ഞാനിത് ഒരു അഭിപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട് ഗൈസ്. അൽറിൻകുട്ടനത് അതിലേക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അവന് പനിയായതുകൊണ്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി കൊണ്ടുവന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെ എടുത്ത് ഫ്രീസറിൽ വെച്ചു. അപ്പൊ ഇച്ചിരി എടുത്ത് നല്ല പെടപെടാ പിടക്കുന്ന പുഴമീൻ ആയതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഇച്ചിരി വറുത്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചെടുത്ത് വറുത്ത് കഴിച്ചായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എടുത്ത് ഐസൊക്കെ പോക്കി കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ഉപ്പിട്ട് നന്നായി 5-6 വട്ടം ഒന്ന് കഴുകിട്ടോ. അന്നേരമാണ് അച്ചാച്ചൻ പറയുന്നത് ഇന്ന് എന്തായാലും വറുത്താൽ മാത്രം പോരാ, മുളക് കറിയും കൂടി ഉണ്ടാക്കണം. നോക്കുമ്പോൾ പൊളിയില്ല. അപ്പൊ പിന്നെ നോക്കുമ്പോൾ ഇതാ മഞ്ഞളില്ല ഗൈസ്, മഞ്ഞളൊക്കെ തീർന്നു. അപ്പൊ മുളക് പൊടിയിട്ട് അതിന് പകരം മഞ്ഞളിന് പകരം മല്ലിപ്പൊടി ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആക്കുവാണേ. ചില സമയങ്ങളിലൊക്കെ അങ്ങനെയല്ലേ, ചിലതൊക്കെ തീർന്നാലേ നമ്മൾ അറിയുള്ളൂ. പിന്നെ സ്ഥിര അടുക്കളയിലാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെയാണ് ഗൈസ്. വിറകില്ലാത്തത് കൊണ്ട് അല്ല ഗൈസ്, വിറകടുപ്പിൽ കത്തിക്കാൻ മടിയായത് കൊണ്ട്, ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടും ഞാനിതാ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുവാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചപ്പോഴതാ ഒരു കാറ്റടിച്ചപ്പോഴത്തേക്കും കറണ്ട് പോയേ. പിന്നെ എന്നെ ചതിച്ചില്ല ഗൈസ്, കറണ്ട് വന്നു. പിന്നെ എല്ലാം പെറുക്കി ഞാൻ വെളിച്ചെണ്ണയിലോട്ട് നിൽക്കും. പിന്നെ കുറച്ച് മുളകിടാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇന്നലെ മുഴുവൻ വരുമ്പോൾ ചക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക അടിപൊളിയായിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറക്കുമ്പോൾ ഇച്ചിരി കറിവേപ്പില നല്ലതല്ലേ.